സാരംഗിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തലയിൽ തേക്കാൻ ഒരു താളി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ താളി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനാദ്യം 2 ചുവന്ന ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിയുടെ ഇല ഒരു 10 ഇലയൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചെമ്പരത്തിയുടെ കണക്കൊക്കെ കൂട്ടാട്ടോ. അപ്പം ഒരാൾക്കാണെങ്കിൽ ഇത്രയൊക്കെ ധാരാളം. ഇനി ഒരു 2-3 കീഴാർനെല്ലി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 ഇല പനിക്കൂർക്ക അഥവാ കഞ്ഞിക്കൂർക്കൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി തുളസി, അതുപോലെ തന്നെ ഒരു 2-3 ശംഖുപുഷ്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെമ്പരത്തിയുടെ മുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെമ്പരത്തി മുട്ട് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ പ്രത്യേക കണക്ക് ഒന്നും അത്യാവശ്യമൊന്നുമുള്ള കാര്യമല്ല, കാരണം താളി തയ്ക്കാനല്ലേ. ഇനി അതിലേക്കൊരു കഞ്ഞുണ്ണി അഥവാ കയ്യോന്നി കേട്ടോ, അതുകൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ഒരു ദിവസം കൊല്ലങ്കോട് പോയപ്പോൾ അവിടുന്ന് പറിച്ചുകൊണ്ട് പോകുന്ന കേട്ടോ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നട്ടതാണേ. അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കഞ്ഞുണ്ണി അഥവാ കയ്യോന്നി. ഇത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറ്റാർവാഴയാണ് കേട്ടോ. കറ്റാർവാഴയുടെ ജെല്ല് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കറ്റാർവാഴ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ ആ മഞ്ഞ കളറുള്ള ദ്രാവകമില്ലേ അത് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനു മുന്നേ നമുക്ക് ഒരു 2-3 അല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് തുളസി ഉണ്ടല്ലോ, തുളസിയുടെ ഇല കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ 2 അല്ലി തുളസി കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെമ്പരത്തി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ കയ്യോന്നി, പിന്നെ പനിക്കൂർക്ക, ചെമ്പരത്തിയുടെ ഇല. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചിട്ടില്ല എങ്കിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ പൊടി ഉണ്ടല്ലോ അത് നമ്മുടെ തലയിൽ അങ്ങനെ കിടക്കും. ചീകി ഒഴിവാക്കിയാൽ മതി, എന്നാലും നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തലയിലേക്ക് അത് തേച്ച് കൊടുക്കാം കേട്ടോ. ഓരോ ഇഴകളായിട്ട് മാറ്റിയിട്ട്, മുടിയുടെ ഓരോ ഇഴകളായിട്ട് മാറ്റിയിട്ട് നമുക്ക് ആ തലയൊട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഞങ്ങൾ ബ്രഹ്മിയൊക്കെ ഇതിലേക്ക് ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ബ്രഹ്മി കഴിഞ്ഞുപോയി, അതുകൊണ്ട് ഇതിലേക്ക് ചേർത്താൻ പറ്റിയിട്ടില്ല. ഇത് മുടിക്ക് വളരെ ഹെൽത്തിയാണ് കേട്ടോ. നമ്മൾ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ആഴ്ചയിലൊരു 2 പ്രാവശ്യം താളി തേക്കും. മുടി നന്നായിട്ട് വളരാനും താരൻ പോവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ താളി തേക്കുന്നത്.